വികേന്ദ്രീകൃത പ്ലാന്റുകൾ ഉണ്ടായിട്ടും ബ്രഹ്മപുരത്തേക്കുള്ള മാലിന്യ നീക്കത്തിന് കുറവില്ല. കൊച്ചി നഗരത്തിൽ നിന്ന് ബ്രഹ്മപുരത്തേക്ക് കൊണ്ടുപോകുന്ന ജൈവ മാലിന്യത്തിന്റെ അളവ് വീണ്ടും 200 ടണ്ണിലേക്ക് ഉയർന്നു. ഹിറ്റാച്ചി മണ്ണുമാന്തി യന്ത്രങ്ങൾക്ക് അധിക വാടക ഈടാക്കുന്നതായും പരാതിയുണ്ട്. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിന് ശേഷം ബ്രഹ്മപുരത്തേക്ക് എത്തിക്കുന്ന മാലിന്യങ്ങളുടെ അളവ് കുറച്ചിരുന്നു. 80 ടൺ ജൈവമാലിന്യം മാത്രമായിരുന്നു കൊണ്ടുപോയിരുന്നത്. തീപിടുത്തത്തിന് മുമ്പ് 160-180 ടൺ ജൈവമാലിന്യം കൊണ്ടുപോകുമായിരുന്നു. വികേന്ദ്രീകൃത പ്ലാന്റുകളിലൂടെ ബ്രഹ്മപുരത്തേക്കുള്ള മാലിന്യം കുറയ്ക്കുകയായിരുന്നു ലക്ഷ്യം. കൊച്ചി കോർപ്പറേഷനിലെ 6 സ്ഥലങ്ങളിൽ തുമ്പൂർ മുഴി മാതൃകയിൽ വികേന്ദ്രീകരണ ജൈവമാലിന്യ പ്ലാന്റുകൾ തുടങ്ങിയിട്ടും കാര്യമായ ഫലമുണ്ടായിട്ടില്ല. ഒരു ഡിവിഷനിൽ പരമാവധി 1.5 ടൺ മാലിന്യം മാത്രമേ ഉണ്ടാകുള്ളൂ എന്ന കണക്കിൽ 6 വികേന്ദ്രീകൃത പ്ലാന്റുകൾ നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ കാര്യക്ഷമമല്ലാത്തതിനാൽ നിലവിൽ ജൈവമാലിന്യങ്ങൾ ബ്രഹ്മപുരത്ത് കൂട്ടിയിടുക മാത്രമാണ് ചെയ്യുന്നത്. കോർപ്പറേഷന്റെ വിൻഡ്രോ കമ്പോസ്റ്റ് പ്ലാന്റും BPCLന്റെ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റുമാണ് ഇനി സജ്ജമാകാനുള്ളത്. ഇതിനൊപ്പം ബ്രഹ്മപുരത്ത് ഉപയോഗിക്കുന്ന ഹിറ്റാച്ചി, മണ്ണുമാന്തി എന്നിവയ്ക്കും ഉയർന്ന വാടകയാണ് ഈടാക്കുന്നത്. ഇത് കോർപ്പറേഷന് വലിയ സാമ്പത്തിക ബാധ്യതയാകുന്നുണ്ട്. വികേന്ദ്രീകൃത പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും കൊച്ചിയിലെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുന്നില്ല. ജനം, കൊച്ചി.